ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രതിപക്ഷ നേതാവിനെ അങ്ങ് വിലയിരുത്തിയാൽ രമേശ് ചെന്നിത്തലയുണ്ടായിരുന്നു, പ്രതിപക്ഷ വി.ഡി. സതീശനുണ്ടായിരുന്നു. അവരെ അങ്ങ് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അവരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നത്? പ്രതിപക്ഷത്തിൻ്റെ മൊത്തമായ പ്രവർത്തനം എടുത്താൽ ഇത്തവണ വേണ്ടത്ര വിജയിച്ചില്ല എന്നാണ് ഞാൻ പറയുക. അത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന്. അല്ല, മാത്രമല്ല ഈ ഏറ്റവും ഒടുവിലത്തെ അസംബ്ലി സെഷൻ, ആ അസംബ്ലി സെഷനാണ് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി സെഷൻ ആകുമ്പോൾ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കേണ്ട ഘട്ടമാണ്. വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഇങ്ങനെ വരുന്ന ഘട്ടമാണ്. അവരത് പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചറിഞ്ഞു. അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അവർക്ക് തിരിച്ചടിയായി. സമരം ചെയ്തു, പക്ഷേ അവർ സഭയ്ക്ക് പുറത്ത് ഒരു കാര്യവും കിട്ടിയില്ലായിരുന്നു, ഒരു മെച്ചവും കിട്ടിയില്ലായിരുന്നു. വലിയ ചർച്ച നടത്തിയിട്ട് ഞങ്ങളെ ഭരണപക്ഷത്തെ വലിയ തോതിൽ ആക്ഷേപിക്കാൻ കിട്ടുന്ന ഒരു സമയം അവർ ഉപേക്ഷിച്ചല്ലോ. ആ പാട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? ആ പാരടി പാട്ട് അല്ല, പാരടി പാട്ടൊക്കെ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു കാര്യമാണ്. അതെ, അതൊക്കെ അവർ തയ്യാറാക്കിയ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി തന്നെ ആ പാട്ട് പാടി. അതല്ല, അതൊക്കെ ചെയ്യും. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഒരു നിസ്സഹായാവസ്ഥ കണ്ടത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് നയപ്രഖ്യാപനം, മറ്റൊന്ന് ബജറ്റ്. നല്ല ചർച്ച വരാവുന്ന സമയമാണ്. ഒരു ചർച്ചക്കും അവർ തയ്യാറായില്ല, ഒരു ചർച്ച ഉന്നയിച്ചില്ല. പിന്നെ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കാലോ വേണമെങ്കിൽ, അഴിമതി ആരോപണം, അത് ഉന്നയിക്കാൻ ഇല്ലാലോ, ഉന്നയിക്കാനില്ലല്ലോ. ഉന്നയിച്ചാൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പറയും പോലെ അല്ലല്ലോ, മറുപടി അവിടെ തന്നെ കിട്ടില്ലേ. നിങ്ങൾ പ്രസ് മീറ്റിങ്ങിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ആക്ഷേപം ഉന്നയിച്ച് പത്രക്കാർ കേട്ടങ്ങ് പോവുകയല്ലേ ചെയ്യും. മറ്റേ മറുപടി അവിടെ ആരും പറയുന്നില്ലല്ലോ. ഇത് അസംബ്ലിയിൽ ഉന്നയിച്ചാൽ അവിടെ തന്നെ കൈയോടെ മറുപടി കിട്ടില്ലേ. അതുകൊണ്ടാണല്ലോ അതിന് മെനക്കെടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സംവാദത്തിന് അങ്ങേ വെല്ലുവിളിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. ഏത് സംവാദമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫേസ്ബുക്കിൽ ഒരു സംവാദം പറഞ്ഞിരിക്കുന്നു. അത് എപ്പോഴും തയ്യാറാണല്ലോ. അതിപ്പോൾ തയ്യാറാണ്, ഇപ്പോഴും മറുപടി തരട്ടെ, തിരിച്ചു മറുപടി നൽകാൻ തയ്യാറാണ്. അതെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മറ്റാരുണ്ട് LDF അല്ലാതെ?